ആത്മാവേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ ഈശോതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും റൂഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധന 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 യേശുനാഥ. ആരാധന 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 യേശുനാഥ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തന്ന ശക്തമായൊരു പ്രചോദനവും സന്ദേശവുമാണ്. സാബത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി. സാബത്ത് ആചരണം അത് വളരെ വില കൊടുത്തും വിശദമായും ആചരിക്കണമെന്ന സന്ദേശം. നമുക്കറിയാം, ദൈവം നമുക്ക് നൽകിയ 10 കൽപ്പനകളിൽ 3-ാമത്തെ കൽപ്പനയാണെന്ന് നമുക്കറിയാം. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. കർത്താവിൻ്റെ ദിവസം നമ്മൾ എങ്ങനെ ആചരിക്കണം? അത് പരിശുദ്ധമായിട്ട് ആചരിക്കണം. അന്ന് കഠിനമായ വേലകളിലൊന്നും നമ്മൾ ഏർപ്പെടരുത് എന്ന ശക്തമായ സന്ദേശമുണ്ട്. ഇനി തിരുസഭയുടെ കൽപ്പനകൾ, തിരുസഭയുടെ 5 കൽപ്പനകളിൽ 1-ാമത്തെ ശക്തമായ കൽപ്പനയാണെന്ന് നമുക്കറിയാം. ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ നമ്മൾ പങ്കുകൊള്ളണം. അന്നത്തെ ദിവസം ഇതുപോലെ തന്നെ കഠിനമായ വേലകൾ, ജോലികൾ ഒന്നും നമ്മൾ ചെയ്യരുത് എന്ന ശക്തമായ സന്ദേശം. ഇന്ന് കുറേ പേര്, വലിയൊരു സമൂഹം തന്നെ ആ മേഖലകളെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പലരുടെയും പല തടസ്സങ്ങളുടെയും അസ്വസ്ഥതകളുടെയും രോഗങ്ങളുടെയും കടബാധ്യതകൾ കാരണമെന്ന് പലപ്പോഴും പലരും പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചു വരുമ്പോൾ പ്രാർത്ഥനാ സമയത്ത് ഈശോ വെളിപ്പെടുത്തുന്നത് പലപ്പോഴും ഞാൻ ഒത്തിരി പ്രസംഗിക്കാറുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവമായ കർത്താവ് അരുൾ ചെയ്യുകയാണ്, നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുവിൻ, സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇങ്ങനെയൊരു മുന്നറിയിപ്പാണ് തരിക. ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചോ എന്നിട്ട് പറഞ്ഞിട്ട് കർത്താവ് പറയുന്ന തിരുവചനമാണ് സാബത്ത് ആചരണത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി. നമുക്ക് ആ വചനഭാഗം ഏറ്റുപറഞ്ഞ് സാബത്ത് ആചരണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാം. എല്ലാവരും ഏറ്റു പറയുക. ജെറമിയ 17:21 ഏറ്റു പറയുന്നു, കർത്താവ് അരുൾ ചെയ്യുന്നു, ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. സാബത്ത് ദിനത്തിൽ നിങ്ങൾ ഭാരം വഹിക്കുകയോ ജെറുസലേം കവാടങ്ങളിലൂടെ അത് കൊണ്ടുവരികയോ ചെയ്യരുത്. സാബത്തിൽ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചുമട് കൊണ്ടുപോകരുത്. ജോലി ചെയ്യുകയും അരുത്. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ സാബത്ത് ദിവസം ശുദ്ധമായി
ആചരിക്കുവിൻ. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയാ. ഏറ്റുകരത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. സാബത്ത് ദിവസം അത് വളരെ ശ്രദ്ധിക്കാൻ, അത് വിശുദ്ധമായി ആചരിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. പലപ്പോഴും പലരൊക്കെ പ്രത്യേകിച്ച് വലിയ വലിയ രോഗപീഠകൾ അല്ലെങ്കിൽ വലിയ വലിയ കടബാധിതകൾ ഇങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ചിലപ്പോൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, അവർക്ക് വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ടാവില്ല. വിശുദ്ധ കുർബാന, ഞായറാഴ്ച കുർബാന അല്ലെങ്കിൽ കടപ്പെട്ട കുർബാനയ്ക്ക് പോലും പോകുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നേരം വൈകി പോകുന്നു, അല്ലെങ്കിൽ അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ഇങ്ങനെ പലപ്പോഴും ഈശോ വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറയുക, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരോടൊക്കെ പ്രത്യേകിച്ച് പറയും, ഇതൊന്ന് ആത്മശോധന ചെയ്യുക, നിങ്ങളുടെ സാമ്പത്ത് ആചരണം ഒന്ന് ആലോചിച്ച് നോക്കുക. ഇങ്ങനെ പലപ്പോഴും ഞാൻ പറയാറുണ്ട്. പലപ്പോഴും ആലോചിച്ച് നോക്കുമ്പോൾ അതിൽ പല കുറവുകളുണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ സാപത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത് നമ്മൾ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങളൊക്കെ സമർപ്പിച്ച് അതിന് വില കൊടുത്ത് നമ്മൾ ജീവിച്ചു നോക്കിയാൽ ഒത്തിരിയേറെ സാമ്പത്തിക മേഖലയിലെ കെട്ടുകളും മറ്റ് ജീവിത മേഖലയിലെ ഒത്തിരിയേറെ തടസ്സങ്ങൾ, അസ്വസ്ഥതകളൊക്കെ വിട്ടുപോകും. നമ്മുടെ കുടുംബം മരിച്ചവർക്ക് വേണ്ടിയും കുടുംബാംഗങ്ങൾക്കൊക്കെ വേണ്ടിയും ഒരു ദിവസം ഒരാളെങ്കിലും ഒന്ന് കുർബാനയിൽ പോയി പങ്കെടുത്തൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് വിശുദ്ധ ചാവറച്ചൻ പറയുക. കടപ്പെട്ട ദിവസം അല്ലെങ്കിൽ പോലും ഒരു വീട്ടിൽ ഒരു 5 പേരുണ്ടെങ്കിൽ ഒരാളെങ്കിലും കുർബാനയിൽ പങ്കെടുത്ത് ആ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് വിശുദ്ധ ചാവറച്ചൻ പറയുക. അതുകൊണ്ട് തന്നെ ഈ സാപത്തിൻ്റെ ആചരണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന തുടർന്നുള്ള വചനങ്ങൾ കൂടി നമുക്കൊന്ന് ഏറ്റുപറഞ്ഞ് ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ എന്നെ അനുസരിക്കുകയും സാബത്ത് ദിവസത്തിൽ ഈ നഗരത്തിന്റെ കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കുകയും ജോലിയൊന്നും ചെയ്യാതെ സാബത്ത് ശുദ്ധമായി ആചരിക്കുകയും ചെയ്താൽ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാക്കന്മാർ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് ഈ നഗര കവാടങ്ങളിലൂടെ അകത്ത് പ്രവേശിക്കും. അവരോടൊപ്പം അവരുടെ പ്രഭുക്കന്മാരും യൂദയായിലെ ജനങ്ങളും ജെറുസലേം നിവാസികളും അങ്ങനെ നഗരം എന്നും ജനനിബിഡമായിരിക്കും. വലത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സാബത്ത് ശരിക്കും ആചരിക്കുന്നവരെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. അതിനെപ്പറ്റി മറ്റൊരു വചനമാണ് യെശയ്യാ 56:2. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ഏറ്റുപറയുന്നു, ഇവ പാലിക്കുന്നവൻ ഇവ മുറുകെ പിടിക്കുന്ന മർത്യൻ സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ. പറഞ്ഞേ ഹല്ലേലൂയാ. ആരാണ് അനുഗ്രഹീതെന്ന് മനസ്സിലായല്ലോ. ഇവ പാലിക്കുന്നവൻ. ഏത് പാലിക്കുന്നവൻ? അതാണ് പറയുക, ഇവ പാലിക്കുന്നവൻ. ദൈവം പറയാണ്, ഏത് പാലിക്കുന്നവൻ? ഇതേ മുറുകെ പിടിക്കുന്നവൻ. ഏത് മുറുകെ പിടിക്കുന്നവൻ? എന്നിട്ട് പറയാണ് സാബത്ത് ആചരിക്കുന്നവൻ. അതെങ്ങനെ ആചരിക്കണം? അശുദ്ധമാകാതെ ആചരിക്കുന്നവൻ, തിന്മ പ്രവർത്തിക്കാതിരിക്കുന്നവൻ, അവൻ അനുഗ്രഹീതനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ ചിലരുടെയൊക്കെ അനുഗ്രഹം നഷ്ടപ്പെടേണ്ട ഒരു കാരണം? ഈ സാബത്താചരണം ഇല്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ആ മേഖല തിരുത്താൻ പറയുകയാണ്. അതുകൊണ്ടാണ് യെശയ്യാ 58-13 പോലുള്ള തിരുവചനം നമുക്ക് ഈ സമയം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റുപറയുക. സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എന്റെ വിശുദ്ധ ദിനത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാബത്തിനെ സന്തോഷദായകവും കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ ബഹുമാനീയവുമായി കണക്കാക്കുക.
നിന്റെ നിന്റെ സ്വന്തം വഴിയിലൂടെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. പറഞ്ഞേ ഹല്ലേലൂയാ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. സാബത്തിനെ നമ്മൾ ശരിക്കും ആചരിക്കുമ്പോൾ അന്ന് വ്യർത്ഥ ഭാഷണത്തിലൊന്നും ഏർപ്പെടാതെയും ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്നൊരു ദിവസം സാബത്ത് ദിവസമാണെന്നാണ് പറയുക. കുറേ സമയം അലസമായി കിടന്നുറങ്ങുന്ന ദിവസം, കുറേ സമയം TV കാണുന്ന ദിവസം, അങ്ങനെ ഒത്തിരിയേറെ പേരാണ് ഈ സാബത്തിനെ ഇങ്ങനെ അശുദ്ധമാക്കിക്കൊണ്ടിരിക്കുക. അതിന് പകരം സാബത്തിന് നീ വില കൊടുത്ത് അത് ശരിക്കും ആചരിച്ചു നോക്കിയാൽ ദൈവം നിന്നെ എടുത്തുയർത്തും, നിന്നെ ഉന്നത സ്ഥാനങ്ങളോടെ സവാരി ചെയ്യിപ്പിക്കും. ഇനി അങ്ങനെ ചെയ്യുന്നില്ലെങ്കിലോ വരുന്ന തകർച്ചകളാണ് അടുത്ത വചനത്തിൽ, ഏതാനും വചനത്തിൽ നമ്മൾ വായിക്കാൻ പോവുക. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ജെറമിയ 17:27 നമ്മളങ്ങനെ സാബത്ത് ആചരിക്കുന്നില്ലെങ്കിൽ, സാബത്തിന് വില കൊടുക്കുന്നില്ലെങ്കിൽ വരുന്ന തകർച്ചകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്നാൽ നിങ്ങൾ എന്നെ അനുസരിച്ച് സാബത്ത് ശുദ്ധമായി ആചരിക്കാതിരിക്കുകയും സാബത്തിൽ ചുമടുമായി ജെറുസലേമിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുകയും ചെയ്താൽ ഞാൻ അതിന്റെ കവാടങ്ങളിൽ തീ കൊളുത്തും. അത് ജെറുസലേമിലെ കൊട്ടാരങ്ങളെ വിഴുങ്ങും. ആരും അത് കെടുത്തുകയില്ല. ഇരു കരങ്ങൾ ഇരുന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സാബത്തിന്റെ പ്രാധാന്യം വെളിപ്പെടുത്തി തരണമേ പരിശുദ്ധാത്മാവേ. സാബത്തിലെ കഠിനമായ വേലകൾ ചെയ്യുന്ന സ്വഭാവം, മറ്റുള്ളവരെ കൊണ്ട് വേല ചെയ്യിപ്പിക്കുന്ന സ്വഭാവം ഞങ്ങൾ നേരത്തെ മാറ്റണമേ. സാബത്തിനെ ഭയപ്പെടാനും വിശുദ്ധമായി ആചരിക്കാനും വിശുദ്ധമായി കരുതാനുള്ള കൃപ തരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുസഭയുടെ കൽപ്പനകൾ പാലിക്കാനുള്ള കൃപ തരണമേ. 10 കൽപ്പനകൾ പാലിക്കാനുള്ള കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നത സ്ഥാനങ്ങളോടെ ഞങ്ങളെ സവാരി ചെയ്യിപ്പിക്കണമേ കർത്താവേ. സാബത്തിൽ വിശ്വാസമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. കുർബാനയ്ക്ക് പോകാനുള്ള തടസ്സങ്ങൾ മാറിപ്പോട്ടെ. കൂദാശകൾ സ്വീകരിക്കാനുള്ള തടസ്സങ്ങൾ മാറിപ്പോട്ടെ. അയോഗ്യതയോടെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശുദ്ധ കുർബാനയിൽ വിശ്വാസം വർദ്ധിപ്പിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചബ ഹാല ബാല 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 ബാല. എല്ലാവരും ശ്രദ്ധിച്ച് ഏറ്റു പറഞ്ഞ വചനം 30 മേനി 60 മേനി 100 മേനി ഹൃദയത്തിൽ ഫലം പുറപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനമാകുന്ന വിത്ത് വളരട്ടെ, വളരട്ടെ, വളരട്ടെ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ചു യേശുവിലേക്ക് നോക്കിക്കൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു. ഏറ്റുവന്ന വചനത്തിന് അഭിഷേകം നിറയട്ടെ, ദൈവഭയം നിറയട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമഹത്വം നിറയാൻ വേണ്ടി കരമുയർത്തി സ്തുതിക്കുന്നു. വിശുദ്ധ കുർബാനയുടെ അഭിഷേകം നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, അമലോത്ഭവം പറയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഈ ദൈവത്തിന്റെ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മക്കളിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുന്ന സഹായിക്കുന്ന സംരക്ഷിക്കുന്ന വിശുദ്ധീകരണ രൂപാന്തരമായ സ്ഥിരത കടയണമേ. സകല ശുദ്ര മന്ത്രവാദ ആഭിചാരം കുടോത്രം ദുഷ്ടദോഷം പൈശാചിക പീഡന ബാധകള് ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ കണ്ടോട്ട് ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ ചതി വഞ്ചന ഞങ്ങൾ നിന്നയിക്കുമായി വിട്ടുപോട്ടെ. സർവശുദ്ധരായ ദൈവത്തിന്റെ സത്യ രക്ഷകനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാവാന്റെ ശക്തിയും മധ്യസ്ഥാനം മികാർ അഭ ഗബ്രിയ മലമയുടെ ശക്തമായ സാന്ത സംരക്ഷിതാനും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും എല്ലാ തിന്മകളും വെള്ളത്തിലും വായുവിലുള്ള വസ്തുവിലുള്ള ഭക്ഷണം കടന്നുവന്ന മാനസികമോ ശാരീരിക ആത്മീയമായ മാനസികമോ പ്രാബല്യവും പൈശാചികമായ സകല ബന്ധനങ്ങളും 10:4 ലുക്ക 4:8 മർക്കോസ് 16:1 പിശാചിന്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര വന്ദി വചന സിദ്ധിയ സകലവിധ പ്രകൃതിശം ഇടിവിന് ഇടിവിട്ട് നാശം വെറുപ്പ് ഉദ്ദേശം വാശി വരാൻ തർക്കം കലകൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജടിക ദിവ്യാസ് ഗോപാസ് ഭക്ഷണാസക്തി സ്വയംഭോഗം സ്വർഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാര അസൂയ അനസം മോഹം കോപം കൊതി വിവാദനസ് ജോലിയാസം വിൽപ്പനാസം യാത്രാസം പണാസം കോടതിയിൽ സാമ്പത്തികത്തിൽ കണ്ണു മൂക്ക് ചെവി നാഗം ദുഃഖം ആന്തരിക ബാഹ്യങ്ങൾ ചെറുതുകൾ രോഗപീഠകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക സുധിച്ച് പ്രാർത്ഥിക്കുക വചനം വായിക്കുക ജവമാചന തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ തടസ്സങ്ങൾ വന്യജീവികളെ ശുദ്ധജീവികളുടെ ആത്മകള് അതിന്റെ പിന്നെ പൈശാചി ഒരുക്കി അന്താശക്തി സാത്താശക്തി ദുഷ്ടശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു. ഈശ്വര വിളിച്ച് അട്ടിപ്പാലിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നമെന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. സാക്ഷികളാക്കി മാറ്റം വർത്താവേ, പ്രേക്ഷകരാക്കി മാറ്റം യേശുവേ. എല്ലാവരും ശ്രദ്ധിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കും. കരങ്ങളടിച്ച് പാടുന്നു. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. വീണാലുടയുന്ന മൺപാത്രങ്ങൾ തകരാതെ കാത്തതും നീയല്ലയോ. നട്ടതും നനച്ചതുമേറെ പെരുന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. നട്ടതും നനച്ചതുമേറെ പെരുന്നാലും വളർത്തിയതോ നിൻ കരങ്ങളല്ലോ. മഹത്വം മഹത്വം യേശുവിന്, മഹത്വം മഹത്വം യേശുവിന്. ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിന്. എല്ലാവരും പാടി. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല കർത്താവേ, മഹത്വം മഹത്വം യേശുവിന്. കരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവിന് മഹത്വം കൊടുത്തുകൊണ്ട് സ്തുതിക്കുക. സാബത്ത് വിശുദ്ധമായി ആചരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാബത്ത് ദിവസം ചുമടെടുക്കരുത്. ശരി, സാബത്ത് ദിവസം കഠിനമായ വേല ചെയ്യരുത്. കഴിഞ്ഞ നാളുകളിൽ അറിഞ്ഞു അറിയാതെ ചെയ്തുപോയ തെറ്റുകളോർത്ത് മാപ്പ് ചോദിച്ച് സ്തുതിക്കുന്നു. ഷിയാ ദിയാ 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 ദിയാ. സാബത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഷിയാ ദിയാ 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 ദിയാ. ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഷിയാ സ്വർഗത്തിൽ ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ജീവനുള്ള അപ്പം ഞാനാണ്. ജീവൻ വേണമെങ്കിൽ സൂക്ഷിച്ചുകൊള്ളുവിൻ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ഈ അപ്പം ഭക്ഷിക്കുമെന്ന് എന്നേക്കും ജീവിക്കും. സാബത്ത് അശുദ്ധമാക്കാതെ ആചരിക്കാനുള്ള കൃപ തരണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശുദ്ധിയുടെ അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കുന്നു. യേശു നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇറങ്ങി വന്ന തൊണ്ണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ശ്രദ്ധിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വിശുദ്ധ കുർബാനയിൽ നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിക്കുക. സ്വസ്ഥാനം തിരുന്നുകൊണ്ട് എല്ലാവരും സ്തുതിക്കുക. ഹല്ലേലൂയ പറഞ്ഞ് അറിയാവുന്ന പോലെ സ്തുതിക്കുക. കർത്താവ് നമ്മൾ തൊടുന്ന സമയമാണ്. പാവട്ടി എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. ഹാർട്ടിന് 3 ബ്ലോക്കുള്ള ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. ശാലിനി, ജുവൽ ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കലക്കൽ വെള്ളമുള്ള ഒരു വീട്ടിലെ കിണർ ശുദ്ധീകരിക്കുന്നതായിട്ട് കാണിക്കുന്നു. വെഞ്ചരിച്ച കല്ലുപ്പ് ആ കിണറ്റിലിട്ട് വിശ്വാസമാണ് ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. എല്ലാ ഇന്റർവ്യൂവിൽ പങ്കെടുക്കും, പക്ഷെ പരാജയപ്പെടും. അങ്ങനെയുള്ളൊരു യുവാവിനോട്
നീ ഒരു തുറന്ന കുമ്പസാരം നടത്തി സാപത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത്, നീ വിശുദ്ധ കുർബാനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിച്ചു നോക്കിയാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് ഉന്നത വിജയം കിട്ടുന്ന കർത്താവ് സന്ദേശം തരുന്നു. വിശുദ്ധ യൂദാ തദൈവസിനോട് വലിയ ഭക്തിയുള്ള ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. IVF ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്ന ദമ്പതികളോട് അത് ചെയ്യരുതെന്ന് കർത്താവ് സന്ദേശം നൽകുകയാണ്. ഒത്തിരിയേറെ തടസ്സങ്ങളുള്ള ഒരു ഫർണിച്ചർ കട വെഞ്ചരിക്കാൻ കർത്താവ് സന്ദേശം നൽകുന്നു. പനിയെ തുടർന്ന് ശരീരം മുഴുവനും പോളം വന്നിരിക്കുന്ന ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ചെവി സംബന്ധമായ ബുദ്ധിമുട്ടുള്ള ബാബു എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു പെൺകുട്ടിയുടെ ബീഫ് കഴിക്കുമ്പോൾ അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മലാക്കി 2:16 വചനം കർത്താവ് സമൂഹത്തിന് തരികയാണ്. കർത്താവ് അരുൾ ചെയ്യുകയാണ്, വിവാഹ മോചനത്തെ ഞാൻ വെറുക്കുന്നു. വിവാഹം മോചനത്തെ ഒരുങ്ങുന്ന മക്കളെ നിന്ന് പിന്തിരിയാൻ കർത്താവ് സന്ദേശം തരികയാണ്. ഒരു ഓഫീസിൽ നിന്ന് അതിഭയങ്കരമായ പല്ലിശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഒരു കോടതി കേസിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. സാറ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഹൈപ്പർ ആക്റ്റീവായ സ്കൂളിൽ പോകാത്ത ഒരു കുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. അടിക്കടി വരുന്ന രോഗപീഠകളും തകർച്ചകളും പൈസ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുമുള്ള വ്യക്തിയോട് ദശാംശം കൊടുത്ത് ദൈവ ശുശ്രൂഷകളെ സഹായിക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. വിദേശത്തായിരിക്കുന്ന ഒരു വ്യക്തിയുടെ പോലീസ് കേസിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. വിനു എന്ന വ്യക്തിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ സന്ദേശം നൽകുന്നു. ശക്തമായ പനിയും ടോൺസിലൈറ്റിസും ഉള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ദൈവവിളി തിരിച്ചറിഞ്ഞ വ്യക്തികളോട് കർത്താവിന് വേണ്ടി എന്ത് വില കൊടുത്തും സമർപ്പിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ജിബിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. റോസിയുടെ മുട്ടുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കാലിന് എന്തോ പ്രത്യേക ബുദ്ധിമുട്ടും വേദനയുള്ളൊരു റോയി എന്ന പേരുള്ളൊരു മകനെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. തിമിരം ബാധിച്ച് കാഴ്ചയ്ക്ക് നല്ല മങ്ങലുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു മകൾക്ക് കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സ്തുതിക്കുക. മദ്യം വാങ്ങി വീട്ടിൽ വെച്ച് മദ്യപിക്കുന്ന ശീലമുള്ള വ്യക്തികളോട് ആ ശീലം ഉപേക്ഷിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. അങ്ങനെ മദ്യപാനികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും സന്ദേശം തരികയാണ്. പല പ്രാവശ്യം വിസ റിജക്റ്റ് ആയതിൽ വിഷമിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു. എപ്പോഴും ഉദരസംബന്ധമായ അസ്വസ്ഥതയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ടോമിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ ബ്ലീഡിങ്, തലകറക്കം ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജെറിൻ എന്ന വ്യക്തിക്ക് ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുന്നു. സ്നേഹയുടെ ജീവിതത്തിൽ കർത്താവ് ശക്തമായി ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ജിൻസി എന്ന മകളുടെ മാനസിക പ്രയാസം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. വിവാഹം മുടങ്ങിയതിൽ വിഷമിക്കുന്ന ഒരു മകൻ്റെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. പ്രത്യേകമായി രാവിലെയും വൈകിട്ടൊക്കെ ശക്തമായ തുമ്മലും മൂക്കൊലിപ്പുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ തൊണ്ടവേദനയുള്ള ഒരു പ്രാർത്ഥിക്ക് തൊണ്ടവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വിദേശത്തായിരിക്കുന്ന ജോലിക്കിടയിൽ വലിയ മാനസിക സമ്മർദ്ദത്തിലായിരിക്കുന്ന ഒരു മകളുടെ ജോലി മേഖലയിൽ കർത്താവ് ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. വലിയ കടബാധയിലായിരിക്കുന്ന 4 കുടുംബങ്ങളിൽ കർത്താവ് അത്ഭുതകരമായി ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. തേനീച്ച കൃഷി ചെയ്യുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു സഹോദരൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നു, അനുഗ്രഹിക്കുന്നു. ബിന്ദു, അഗസ്റ്റിൻ ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. 4 തവണ അബോർഷനായ ഒരു കുഞ്ഞിന് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വർഷങ്ങളായി പൈൽസിൻ്റെ ബുദ്ധിമുട്ടുള്ള പ്രായമായ കേൾവി ശക്തിക്ക് കുറവുള്ള ഒരു സഹോദരനെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. മാസങ്ങളായി കുത്തി ചുമയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. സൈനസൈറ്റിസ് രോഗമുള്ള ഒരു സഹോദരിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കണ്ണ് സംബന്ധമായ രോഗാവസ്ഥയുള്ള 14 പേർക്ക് ഇന്നത്തെ ശുശ്രൂഷയിലെ വിവിധ തരത്തിലുള്ള കണ്ണ് സംബന്ധമായ അസ്വസ്ഥത കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. അമ്മാടം എന്ന സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ജിനില് എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു വീട്ടിൽ നിന്നും അട്ടശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിന് ശക്തമായ അഭിഷേകം തന്ന അനുഗ്രഹിക്കുന്നു, അത് സ്തുതിക്കുന്നു. എൻ്റെ പേര് ജോസ്ന ജോയ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മാള എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ഒക്ടോബർ മാസം അവസാനം എൻ്റെ സ്കൂൾ ഓഫ് നഴ്സിംഗ് കരാഞ്ചിറയിൽ ഏൽറുഹ ടീമിൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിന് എനിക്ക് കിട്ടിയ രോഗസൗഖ്യം പറയാനാണ് ഞാനിവിടെ വന്നേക്കണേ. ഒരു 2022 ജാനുവരി 1 തുടങ്ങി ശക്തമായ വയറുവേദനയും എന്ത് ഭക്ഷണം കഴിച്ചാലും ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഡോക്ടറിനെ കണ്ടപ്പോൾ ഒരു സർജനെ റെഫർ ചെയ്തു. സർജൻ അപ്പോൾ വയറൊന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ പിത്താശയത്തിൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു സ്റ്റോൺ വളർന്നു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്നുമില്ലെങ്കിൽ വെള്ളം കുടിച്ചാലൊന്നും അത് പോവില്ല, എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ 6 മാസത്തേക്ക് മെഡിസിൻ എഴുതി തന്നു. 6 മാസം കൊണ്ട് ഗുളിക കഴിച്ചാലും മാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് വേദന വരാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സർജറി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഗുളിക കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വേദന വരുമ്പോഴും സർജറി പേടിയുള്ള കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയി പെയിൻ കില്ലേഴ്സ് ഇഞ്ചക്ഷൻ എടുക്കുമായിരുന്നു. ഇഞ്ചക്ഷൻ എടുത്തിട്ട് മാറാറൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല, ഫുഡ് കഴിച്ച് ഛർദിയൊക്കെ ആയിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൽഡുഹ ധ്യാനം വന്നത്. അപ്പോൾ ധ്യാനത്തിൻ്റെ അന്ന് തന്നെ എനിക്ക് ഭയങ്കര വയറുവേദനയൊക്കെ ആയിട്ടായിരുന്നു ഇരുന്നുണ്ടായ ധ്യാനത്തിനും. അപ്പോൾ അച്ഛനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, റാഫേൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഉദരസംബന്ധമായ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തിനെ, ഒരു കൊച്ചിനെ സൗഖ്യപ്പെടുത്തുന്നുണ്ട് ഈശോ. സ്റ്റോണിൻ്റെ വേദന അനുഭവപ്പെടുന്നുണ്ട് അവൾക്ക്, അത് ദൈവം എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു എനിക്കായിരിക്കുമെന്ന്. അത് ആ ധ്യാനം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 2-3 മാസമായിട്ടും ഇത്ര നാളായിട്ടും എനിക്ക് ആ വേദന വന്നിട്ടില്ല. ഏത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. പണ്ടെന്ന് ചേരുവൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര വയറരിച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഛർദിയൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്ത് ഭക്ഷണം കഴിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല. പിന്നെയെന്ന് വെച്ചാൽ കൗൺസിലിങ്ങിൻ്റെ സമയത്ത് ബ്രദർ എന്നോട് പറഞ്ഞു, കാലിൻ്റെ ലെഫ്റ്റ് ലെഗിൻ്റെ തോടയുടെ സൈഡിലായിട്ട് സെൻസേഷൻ ഇല്ലല്ലോ എന്ന്. 1 വർഷമായിട്ട് എനിക്ക് അവിടെ സെൻസേഷൻ ഉണ്ടായില്ല, ഇഞ്ചക്ഷൻ്റെ ഭാഗമായിട്ടായിരുന്നു. അപ്പോൾ ബ്രദർ പറഞ്ഞു, കൈ അവിടെ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അവിടെ സെൻസേഷൻ കിട്ടി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഒരു മകളുടെ വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. പിത്താശയത്തിലെ കല്ല് ആ മകൾക്ക് വലിയ രോഗശാന്തി നൽകി കർത്താവ്. അവരുടെ നഴ്സിംഗ് കോളേജിൽ ധ്യാനിപ്പിക്കാൻ പോയ സമയത്ത് പ്രത്യേകം ഈ മകളെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛനവിടെ വിളിച്ചു പറയുകയാണ്, ഇങ്ങനെ അസുഖമുള്ള 2021 മുതലോ മറ്റോ ഈ ഒരു പീഡ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അത്ഭുതകരമായ കർത്താവ് അത് വിളിച്ചു പറഞ്ഞു. പിന്നീട് മാസങ്ങളായി ആ മകൾക്ക് ആ വേദനയോ രോഗമോ ഉണ്ടായിട്ടില്ല. ദൈവത്തിന് നമുക്ക് കോടാനുകൂടി നന്ദി പറയാം. നമ്മളിതുപോലെ ഈ വചനങ്ങൾ ഇങ്ങനെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും ഈ വചനം ദൈവമായതുകൊണ്ട് നമ്മൾ ഈ വചനവുമായി ബന്ധപ്പെട്ട് വചനം വായിക്കുക, വചനം എഴുതുക, വചനം കേൾക്കുക, വചനം പഠിക്കുക, വചനം പഠിപ്പിക്കുക, വചനം പറയുക, വചനം പ്രഘോഷിക്കുക, ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ എന്ത് സംഭവിക്കും? ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മുട്ടുകൾ കുത്തി വലിയ വിശ്വാസാനുഭവത്തോടെ ഈശോയെ ആ മകളെപ്പോലെ വേദന അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടാവും. പ്രാർത്ഥിക്കുക, ഈ രോഗപീഠകളൊക്കെ മാറിപ്പോകാൻ വേണ്ടി ഈ വചനത്തിൻ്റെ ശക്തിയാൽ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുക. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കുക. ശബ്ദമുയർത്തി സ്തുതിക്കുക, തളർന്നു പോകരുത്. ഭാഷാവിലുള്ളവർ ഭാഷാത്തിൽ സ്തുതിക്കുന്നു, പരസ്പരം പ്രാർത്ഥിക്കുന്നു. കരുണാമയ കനിയണമേ, ദൈവപിതാവേ കനിയണമേ, കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ, ഞങ്ങളിൽ കരുണയായിരിക്കണമേ.